ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നുവാണ്. അപ്പോൾ നമ്മുടെ മാഡം തുസാഡ് മ്യൂസിയത്തിലേക്ക് നമ്മൾ കയറി. ആദ്യം കണ്ടത് ചൈനീസ് പ്രസിഡൻറ്റും ഭാര്യയുമാണ്. ഇത് മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ബോക്സർ. ഈ പുള്ളിയെ നമുക്കറിയില്ല, എന്നാലും ഞാനിങ്ങനെ എടുത്തു വെച്ചു എന്ന് മാത്രം. ഇത് സെറീന വില്യംസ്. അപ്പോൾ അങ്ങനെ കുറച്ച് മുഖങ്ങളാണ് നമുക്ക് നന്നായിട്ട് അറിയാവുന്നത്. ഇത് നമ്മുടെ സ്വന്തം രാജ്ഞി ബഹുമാനം കൊണ്ട് നിൽക്കുകയാണ്, ഞാനിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വിരാട് കോഹ്ലി ബാക്കിലുണ്ട്. നല്ല രീതിയിൽ തിരക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തരെ ഇൻഡിവിജ്വലി പോയിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. ഒരുവിധം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ജാക്കി ജാനാണ് ബാക്കിൽ നിൽക്കുന്നത്. എൻ്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർത്താ ചേച്ചി എന്ന് പറഞ്ഞത് ഇപ്പം കയറി വന്നിരുന്നതാണ്. ഇത് നമ്മുടെ മാദക സുന്ദരി. ഈ പുള്ളിയുടെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും പേരറിയില്ല. ഇത് നമ്മുടെ ഗോസ്റ്റ് റൈഡറിലെ ബൈക്ക് കണ്ടപ്പോൾ അതെന്തായാലും കയറിയിരിക്കാൻ തോന്നി അങ്ങനെ ഇരുന്നതാണ്. നമ്മുടെ അമിതാഭ് ബച്ചൻ, വരുൺ ധവാൻ, പിന്നെ നമ്മുടെ കരിഷ്മ കപൂർ. ഒട്ടും കരിഷ്മ കപൂറിൻ്റെ ലുക്കേ ഇല്ല. ഇതൊക്കെ ആരാണെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഏതൊക്കെയോ സിംഗേഴ്സാണ്, അത് മാത്രമേ അറിയുള്ളൂ. അത് മൈക്ക് പിടിച്ചിരിക്കുന്നതുകൊണ്ട് സിംഗേഴ്സ് ആണെന്ന് മനസ്സിലായി. എനിക്ക് മേ ബി കൊറിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചൈനീസ്, അല്ലെങ്കിൽ ഇവരുടെ സിംഗപ്പൂർ അവിടെയുള്ള സെലിബ്രിറ്റീസ് ആയിരിക്കാം. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതുകൊണ്ട് എല്ലാം തന്നെ നമ്മൾ വീഡിയോ എടുക്കുമായിരുന്നു. ഈ മാഡം തുസാഡ് എന്ന് പറയുന്ന മ്യൂസിയത്തിൻ്റെ ഒരു ഒറിജിനൽ വേർഷൻ എന്ന് പറയുന്നത് ലണ്ടനിലാണുള്ളത്. ഓക്കെ, നമ്മുടെ മൈക്കിൾ ജാക്സൺ. എനിക്ക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള കുറേ സെലിബ്രിറ്റീസിൻ്റെ ലുക്കൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്തു. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ലുക്ക് വരുമ്പോഴേക്കും അത്ര വലിയ പെർഫെക്ഷനൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് ജസ്റ്റിൻ ബീബർ, എൻ്റെ ഫേവറേറ്റാണ്. ബേബി ബേബി സോങ്ങോടുകൂടി ഞാനൊരു ഫാനായി മാറുമായിരുന്നു പുള്ളിയുടെ. ബോളിവുഡ് ആക്ടേഴ്സിൻ്റെയൊക്കെ ആ ഒരു സെക്ഷൻ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒട്ടും തന്നെ ഒരു ഒറിജിനൽ ലുക്കില്ല. ഈ പുള്ളി പിന്നെയും ഒരു ലുക്കുണ്ട്. എന്നാലും നമ്മുടെ കാജോളൊന്നും ഒട്ടും തന്നെ ആ ഒരു പെർഫെക്ഷൻ എനിക്ക് ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. ഷാറുഖ് ഖാൻ ആണെങ്കിലും മാധുരി ദീക്ഷിത്തിനെയൊക്കെ കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നില്ല ഇത് മാധുരി ദീക്ഷിത്താണോ എന്ന് തന്നെ തോന്നിപ്പോയി. ഇത് പിന്നെയും കുഴപ്പമില്ല. കാജൽ അഗർവാളും വലിയ കുഴപ്പമില്ലാത്തതായിട്ട് തോന്നി. നമ്മുടെ ഋതിക് റോഷൻ ഓക്കെ ആയിരുന്നു, വലിയ ഇതില്ലായിരുന്നു. ഇതൊക്കെ ആരാണെന്ന് അറിയില്ല. വല്ല കൊറിയൻ ആക്ടേഴ്സൊക്കെ ആയിരിക്കും. ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ അത് ആരാണെന്ന്. അപ്പം അങ്ങനെ കുറേ നമ്മൾ കാണുന്നവരെയൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇത് നമ്മുടെ ലിയോണാർഡോ ഡികാപ്രിയോ. ഇതാരാന്നറിയില്ല. പുള്ളിക്കാരെ അങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കമ്പനി കൊടുത്തു എന്നേ ഉള്ളൂ. ഈ പുള്ളിയുടെ സിനിമ കണ്ടിട്ടുണ്ട്, പേരറിയില്ല. ഇവരുടെ സിനിമ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ സ്പൈഡർമാൻ ഹോം കമ്മിങ് ആ മൂവിയിലെ നായിക. മൊത്തത്തിൽ കൊള്ളായിരുന്നു.